മുട്ടിൽ മരമുറി കേസിൽ പിഴ ചുമത്തപ്പെട്ട കർഷകർ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അത് പരിശോധിച്ചാകും കേരള ലാൻഡ് കൺസർവൻസി നടപടിയുടെ ഭാവിയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു. എന്നാൽ അപ്പീലുകളുടെ തൽസ്ഥിതി വ്യക്തമാക്കാൻ മന്ത്രി തയ്യാറായില്ല. സബ് ജുഡീഷ്യൽ നടപടിക്രമമായതിനാൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. അപ്പീൽ ആധികാരികമായി സർക്കാർ ഉള്ളതിനാൽ മരം നൽകിയ കർഷകരും ആദിവാസികളും ഒരിക്കലും ബുദ്ധിമുട്ടിലാകില്ലെന്നും മന്ത്രി ആവർത്തിച്ച് പറയുന്നു. അപ്പീൽ കൊടുത്ത ആളുകളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഒരു തീരുമാനമെടുക്കും. അത് ഒരു സബ് ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു അധികാര പരിധി വെച്ച് തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പാവപ്പെട്ട ആദിവാസികളെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ഞാനതിൽ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുള്ളതാണ്. നിയമപരമായ നടപടികൾ പോകുന്നു. സർക്കാരിന് ഏറ്റവും അവസാനം റിവിഷൻ ചെയ്യാനുള്ള അധികാരം വരെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കബളിപ്പിക്കപ്പെട്ട പാവപ്പെട്ട ആദിവാസികൾക്കെതിരായിട്ടുള്ള ഒരു ദ്രോഹ നടപടിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകില്ല. അപ്പീൽ പ്രോസസ്സ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു സബ് ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ആംഗിളിൽ കൂടെയാണ് പോകുന്നത്. മന്ത്രി കെ രാജൻ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന കാര്യമാണ്. അത് സബ് ജുഡീസ് ആകും എന്നതുകൊണ്ടാണ് മന്ത്രി കൂടുതൽ വെളിപ്പെടുത്താത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.